സഹോദരന്മാരെ, ഇന്നലെ ഒരു വാർത്ത കേട്ട്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ സാക്ഷി വിസ്താരണം പൂർത്തിയായി. ആ സാക്ഷി വിസ്താരത്തിൽ പി ജയരാജനെതിരെയും രാകേഷിനെതിരെയും ഒരു സാക്ഷി മൊഴികളും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഇത്രക്കായിരം വർഷം 2012 നടന്ന സംഭവമാണല്ലോ. അതിനുശേഷം ഇന്ന് വരെ എത്രമാത്രം ക്രൂശിക്കപ്പെട്ട് ആ പി ജയരാജൻ എന്ന് പറയുന്ന ആ ധീര സഖാവ്, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പലപ്പോഴും പറഞ്ഞ് എനിക്ക് ആ ഗൂഢാലോചനയിൽ പങ്കില്ല എന്നുണ്ടെ കേൾക്കാൻ ആർക്കും സമയം കിട്ടിയിട്ടില്ല. ഇവര് ചെയ്തതെന്ന ആട്ടിനെ പട്ടിയാക്കുക, ആ പട്ടി എന്ത് ചെയ്യുക, പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക. അതല്ലേ നമ്മൾ കണ്ടേ. പി ജയരാജൻ വടകരയിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ നടത്തിയ പ്രചരണം എന്നാ, കേരളം ഒട്ടാകെ നടത്തിയ പ്രചരണം എന്നാ, ആ പ്രചരണത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെടുത്തോ അവരൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തെന്ന് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് നിരപരാധികളെ പിടിച്ചിട്ട് തെറ്റുകാരനാക്കിയിട്ട് ക്രൂശിക്കുന്നതിന്റെ മാനദണ്ഡം എന്നാ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇത് തന്നെയാണ് പലപ്പോഴും ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, നാദാപുരത്ത് ഒരു നബീസു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് നിസ്കാരപ്പായലിൽ നിന്ന് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ പിന്നിൽ നടന്ന കോലാഹലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ. അതിന്റെ പേരിൽ ഒരു ബിജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അറുങ്കൊല ചെയ്ത്, അതും നമ്മൾ കണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാ കുഴപ്പങ്ങളും കെട്ടടങ്ങിയതിന് ശേഷം അല്ല വന്നിട്ട് പറയുക അന്നെ ബലാത്സംഗം ചെയ്തിട്ടൊന്നുമില്ല, എന്നോട് ലീഗ് നേതാക്കന്മാർ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പാപയെല്ലാം ഏടെ കൊണ്ട് പോയിട്ട് കഴുകി തീർക്കാനാണ് നിങ്ങൾ പറയുന്നില്ലേ. നമ്മൾ നേരിട്ടിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം പറയുന്നുണ്ടല്ലോ, അർഷിന്റെ തണലിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത്രമാത്രം മനുഷ്യന്മാരോട് ക്രൂരത ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ ഈ അർഷിന്റെ തണൽ കിട്ടുക? നിങ്ങൾ എങ്ങനെയാ സ്വർഗത്തിന്റെ മണം വാസന അടിക്കുക? അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണ്ടേ. ഒരു മനുഷ്യനെ ഇത്രമാത്രം ക്രൂശിക്കപ്പെടാൻ വേണ്ടി പാടുണ്ട. ഞാൻ മുമ്പ് കുറച്ച് കൊല്ലം മുമ്പാന്ന് തോന്നുന്നു ഒരു വാർത്ത, ഒരു പത്രക്കട്ടിങ് ഉണ്ടായിരുന്നു, ഞാനത് പരതിയിട്ട് കാണുന്നില്ല. ആ പത്രക്കട്ടിങ്ങിൽ പറയുന്നുണ്ട്, ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ്, തളിപ്പറമ്പിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാവിനെ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, കോടതിയിൽ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല, എന്നോട് നേതാക്കന്മാർ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. പി ജയരാജനും രാകേഷും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. അന്നേരം ഇവർ കണ്ട്, അവിടെ ഹോസ്പിറ്റലിലുള്ളവർ കണ്ട് ഇവർ ഗൂഢാലോചന നടത്തുന്നതെന്നാണ് അന്നത്തെ സാക്ഷിമൊഴി. ആ സാക്ഷിമൊഴി പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞു, അത് ലീഗ് നേതാവന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നടത്തുന്നത്? ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ഷുക്കൂറിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ എത്രമാത്രം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട്? പി ജയരാജനെ എത്രമാത്രം നിങ്ങൾ ക്രൂശിച്ചിട്ടുണ്ട്? ഇതിന്റെ പാവോ ഏടെ പോയിട്ട് കഴുകി കളഞ്ഞാലാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ ഇത് തീരുക. ദുനിയാവിലുള്ള എല്ലാ വെള്ളം എടുത്തിട്ട് കുളിച്ചു കഴിഞ്ഞാലും ഇതിന്റെ ഇത് മാറിക്കിട്ടുക? കിട്ടൂല. ഇനിയിപ്പോ ഔദുൽ കോസർ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നു? അത് കിട്ടുക. അപ്പൊ ഇത്രമാത്രം ക്രൂരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഔദുൽ കോസർ കിട്ടുകയാണെങ്കിൽ പിന്നെ ആയിരിക്കല്ല കിട്ടാടുക്കുക? ലോകത്തുള്ള എല്ലാവർക്കും കിട്ടൂലേ? ഇനിയെങ്കിലും തന്നെ ഇങ്ങനെയുള്ള ക്രൂരതകൾ നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ പൊതുവെ എല്ലാ നാട്ടിലും നടത്തുന്ന പരിപാടിയാണ്. നല്ലവരായ മനുഷ്യന്മാരെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, പല കേസിലും പല രൂപത്തിലും അവരെന്ത് ചെയ്യും, ക്രൂശിക്കപ്പെടും. അവസാനം എന്ത് ചെയ്യും, അതിനൊരു തുമ്പും പാലും ഉണ്ടാവില്ല. അവർ നിരപരാധിയാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ തെളിയിക്കപ്പെടും. അങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും തന്നെ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ, ഒരു മുസ്ലിം സമുദായത്തിൽ വിശ്വസിച്ചിട്ട് ആ മുസ്ലിം സമുദായത്തിന്റെ വായുവും വെള്ളവും ശ്വസിച്ചിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ റബ്ബ് നാളെ ചോദ്യം ചെയ്യുമെന്നുള്ളൊരു ഭയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ? അതെന്തേ നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ? ഇനിയും തന്നെ ഇങ്ങനെയുള്ള നിരപരാധികളെ ക്രൂശിക്കപ്പെടുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നിങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്.